വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഞാൻ ജെസ്സി. ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റുമാണ്. ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. വീട്ടിലൊക്കെ എപ്പോഴും കിട്ടുന്ന സാധനങ്ങളെ കൊണ്ട് തന്നെയാണ് ഈ ഒരു പുഡിങ് ആക്കിയിട്ടുള്ളത്. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം, ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് അടുപ്പത്ത് വെച്ചിട്ട് കുറുക്കിയെടുക്കണം. ഞാനിപ്പോൾ ഒരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നമ്മൾ കുക്ക് ചെയ്യേണ്ടത്. പെട്ടെന്ന് തന്നെ ഇത് കുറുകിയിട്ട് കിട്ടും. നല്ല തിക്കായിട്ടല്ല ഇത് ഉണ്ടാവുക, കുറച്ച് വാട്ടറി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക, പക്ഷേ കുറച്ച് തിക്കുമായിരിക്കും. ഇത് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക, അടുപ്പത്തുനിന്ന് ഇറക്കി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് വൈറ്റ് ബ്രെഡാണ്. ഞാനിപ്പോൾ 4 പീസ് വൈറ്റ് ബ്രെഡിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ ബ്രെഡായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ പാലിൻ്റെ കൂട്ടിൽ മുക്കിയെടുത്തിട്ട് പുഡിംഗ് ട്രേൻ്റെ താഴെയായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ളത് 1 ലിറ്ററിൻ്റെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന പുഡിംഗ് ട്രേ ആണ്. ഈ ബ്രെഡിൻ്റെ ലെയറാണ് നമ്മുടെ പുഡിങ്ങിൻ്റെ ബേസ് ലെയർ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഒരു ലെയറും കൂടെ ചെയ്യാനുണ്ട്. ബാക്കി വരുന്ന പാല് ഇതുപോലെ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇത് ഫ്രിഡ്ജിൽ തണുക്കാനായിട്ട് വെക്കുക. ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാം. സെക്കൻഡ് ലെയർ ചെയ്യാനായിട്ട് ഞാൻ 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ വേറൊരു പാത്രത്തിൽ 1/4 കപ്പ് പാൽ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്തിട്ടുള്ള പാലാണ്, ചൂടുള്ള പാൽ എടുക്കാതിരിക്കുക. ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആ ഒരു കൂട്ട് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലും ഞാൻ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. കസ്റ്റേർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് കിട്ടും. നമ്മൾ സാധാരണ കസ്റ്റേർഡ് ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെയാണ് ഈ ഒരു സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. തിളച്ച് വരുന്ന സമയത്ത് ഈ ഒരു മിക്സ്ചർ കട്ട പിടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു വൈറ്റ് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ടയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുള്ള മിക്സ്ചറായിട്ട് തന്നെ കിട്ടും. ഈ ഒരു പാകമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫസ്റ്റ് ലെയറിൻ്റെ മേലെ ഈ ഒരു കസ്റ്റർഡിൻ്റെ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ലെവലാക്കിയിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. നമ്മുടെ പുഡിങ് സംഭവം റെഡിയാണ്. ഇനി ഇത് തണുപ്പിച്ച് കഴിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യാം. നട്ട്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്ത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഉപയോഗിച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് കാണാം നമുക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.